പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ലോകത്ത് ആശങ്ക സൃഷ്ടിക്കുകയാണ്. ആണവ കരാറിനായി തുടങ്ങിവെച്ച യുദ്ധം ഒടുവിൽ ഹോർമുസിന് വേണ്ടി അവസാനിപ്പിക്കാനൊരുങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന വാർത്ത ആശ്വാസം നൽകിയെങ്കിലും അതിന് വിപരീതമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നുകൊടുത്താൽ ആണവ കരാറിലെത്തണമെന്ന നിർബന്ധം ട്രംപ് ഉപേക്ഷിക്കാൻ തയ്യാറാകുമെന്ന് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ കാര്യങ്ങൾ അത്ര സുഗമമല്ല. കാരണം ഇറാന് മേലുള്ള ഉപരോധം കർശനമാക്കുന്നതിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിൽ 20-ലധികം യുദ്ധ കപ്പലുകൾ വിന്യസിച്ചിരിക്കുകയാണ് അമേരിക്ക എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്താണ് അമേരിക്ക ഈ നീക്കം നടത്തുന്നതെന്ന് US സെൻട്രൽ കമാൻഡും അറിയിച്ചു. US നേവി ഡിസ്ട്രോയർ കപ്പലായ USS റോസ് ഉൾപ്പെടെയുള്ളവ മേഖലയിൽ വിന്യസിച്ചിട്ടുമുണ്ട്. ഓഗസ്റ്റ് 9 വരെയുള്ള കണക്കനുസരിച്ച് ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 55 വാണിജ്യ കപ്പലുകളെ വഴിതിരിച്ചു വിട്ടതായും 2 പരിശോധനകൾ നടത്തിയതായും US സൈനിക കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഹോർമുസ് കടലിടുക്കിലൂടെ പുതിയ ഷിപ്പിംഗ് പാതകൾ ഒരുക്കുന്നതിനായി ഇറാനും ഒമാനും തമ്മിലുള്ള കരാർ അവസാന ഘട്ടത്തിലാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും അറിയിച്ചു. എന്നാൽ ഈ ജലപാത തുറക്കുന്നതിന് അമേരിക്ക തങ്ങളുടെ നിബന്ധനകൾ പാലിക്കണമെന്നാണ് ഇറാന്റെ നിലപാട്. എന്നാൽ ഇറാൻ തങ്ങളുടെ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ ഉപരോധം പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്ന് US ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം രാജ്യത്തിനകത്ത് അമേരിക്കൻ കരസേനയെ വിന്യസിക്കാനുള്ള ഏത് നീക്കത്തിനെതിരെയും കടുത്ത നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ കരസേനാ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അലി ജഹാൻ ഷാഹി രംഗത്തെത്തി. അമേരിക്ക കരയുദ്ധത്തിന് മുതിർന്നാൽ സൈനികരുടെ കാലുകൾ വെട്ടിനിർത്തുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒമാനുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും രാജ്യത്ത് US കരസേനയുടെ കടന്നുകയറ്റമുണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന നിലപാടിൽ തന്നെയാണ് ഇറാൻ. തങ്ങളുടെ അതിർത്തികളിൽ ഇറാൻ സൈന്യം അതീവ ജാഗ്രതയിലാണെന്നും ശത്രുക്കളുടെ ഏത് നീക്കത്തെയും ശക്തമായി നേരിടുമെന്നും ജനറൽ അലി ജഹാൻ ഷാഹി വ്യക്തമാക്കുന്നു. ഇറാന് നേരെ കരയാക്രമണമുണ്ടായാൽ അതിവേഗവും നിർണായകവുമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ സൈനിക മുന്നറിയിപ്പുകൾക്കിടയിലും വാഷിംഗ്ടണും ടെഹ്റാനും മധ്യസ്ഥർ വഴി ആശയവിനിമയങ്ങൾ തുടരുന്നുണ്ട്. അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾ ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞത്. അമേരിക്കയുമായി നിലവിൽ നേരിട്ട് ചർച്ചകൾ നടക്കുന്നില്ലെന്നും മറിച്ച് ഇടനിലക്കാർ വഴിയാണ് സന്ദേശങ്ങൾ കൈമാറുന്നതെന്നും IRIB റിപ്പോർട്ടും ചെയ്തു. പുതിയ ചർച്ചകൾക്കുള്ള സാഹചര്യമൊരുക്കാൻ ചില രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇസ്ലാമാബാദ് ധാരണാപത്രത്തിന്റെ ലംഘനവുമായി ബന്ധപ്പെട്ട് വാഷിംഗ്ടണിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടികൾ ഉണ്ടാകാതെ നേരിട്ടുള്ള ചർച്ചകളിലേക്ക് മടങ്ങില്ല എന്നാണ് അരാഗ്ചി വ്യക്തമാക്കിയത്. ധാരണാപത്രത്തിന്റെ ലംഘനം അവസാനിപ്പിക്കുകയും അതിന് അമേരിക്ക പരിഹാരം കാണുകയും ചെയ്യാതെ ചർച്ചകൾ പുനരാരംഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് ഇറാന്റെ നിലപാട്. അതേസമയം ഇറാനുമായുള്ള ചർച്ചകളിൽ അമേരിക്ക ഭാഗികമായി മാത്രമാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്നും രാജ്യത്ത് സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കുന്നതുവരെ കാത്തിരിക്കാൻ ഭരണകൂടം തീരുമാനിച്ചതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. നിലവിൽ ഒമാനുമായി പുതിയ കപ്പൽ പാതകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ കരാറിലേക്ക് നീങ്ങുകയാണ് ഇറാൻ. എന്നാൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കണമെങ്കിൽ അമേരിക്ക തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ഇറാൻ ആവർത്തിക്കുന്നുമുണ്ട്. യുദ്ധക്കെടുതികൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഉപരോധങ്ങൾ പിൻവലിക്കുക, സൈനിക ഭീഷണികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ കടലിടുക്ക് തുറക്കൂ എന്നാണ് ഇറാന്റെ ശക്തമായ നിലപാട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.